ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വില്ലിങ്നെസ് ടു ഡു സംതിങ് ഓർ നോട്ട് ടു ഡു സംതിങ്, അതിന് വില്ലിങ്നെസ് അനദർ പേഴ്സണിനെ അറിയിക്കുന്നതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ദെൻ ആ ഓഫർ എങ്ങനെയാണ് വാലിഡ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഓഫർ എങ്ങനെയാണ് ലാപ്സ് ആവുന്നത് എന്നുള്ളതും ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം ഓഫറുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ആക്സെപ്റ്റൻസ്. എപ്പോഴാണ് ഒരു ഓഫർ ആക്സെപ്റ്റൻസ് ആവുന്നത്? ദെൻ ആക്സെപ്റ്റൻസ് ആവണമെന്നുണ്ടെങ്കിൽ, വാലിഡ് ആക്സെപ്റ്റൻസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ആക്സെപ്റ്റൻസിൽ പഠിക്കാനുള്ളത്. An acceptance is the manifestation by the offeree of his willingness to be bound by the terms of the offer. According to section 2b of the Act, when the person to whom the offer is made signifies his assent thereto, the proposal is said to be accepted. A proposal, when accepted, becomes a promise. ഇപ്പോൾ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ എന്ത് ചെയ്തു, ഒരു ഓഫർ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ദെൻ ആ ഒരു ഓഫർ നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ച് അയാളെ അറിയിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ ഓഫർ വെച്ചിട്ടുള്ള ഓഫററെ. അതിനെയാണ് എന്ത് പറയുന്നത്, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓഫറി, നമ്മളാണ് ഓഫർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ഓഫർ വെച്ചിട്ടുള്ളത് അയാളാണ് ഓഫറി. ആ ഓഫറിക്ക് എന്ത് ചെയ്യാം, അയാളുടെ ഇൻറ്റൻഷൻ ടു ഡു സംതിങ് ഓർ നോട്ട് ടു ഡു സംതിങ്, ആ ഒരു കാര്യം ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നും, അത് ചെയ്യാതിരിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ താല്പര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഓഫർ വെച്ചിട്ടുള്ള ഓഫററെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അറിയിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ആക്സെപ്റ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു വൈ ഫോർ ₹1,00,000. 1,00,000 രൂപയ്ക്ക് എക്സ് എന്ത് ചെയ്യാണ്, എക്സിൻ്റെ കാറ് വൈക്ക് വിൽക്കാൻ വേണ്ടി ഒരു ഓഫർ ഉണ്ടാക്കുകയാണ്. വൈ എഗ്രീസ് ടു ബൈ ദ കാർ ഫോർ ₹1,00,000. വൈ എന്ത് ചെയ്യണേ, ആ കാർ ഞാൻ വാങ്ങാം, ₹1,00,000 വാങ്ങാമെന്ന് എക്സിനോട് പറയാണ്. വൈസ് ആക്ട് ഈസ് എൻ ആക്സെപ്റ്റൻസ് ഓഫ് എക്സ് ഓഫർ. അപ്പോൾ എക്സിൻ്റെ ഓഫർ, എൻ്റെ കാറ് ₹1,00,000 ഞാൻ നിനക്ക് വിൽക്കാമെന്ന് പറയുന്ന എക്സിൻ്റെ ഓഫർ വൈ ആക്സെപ്റ്റ് ചെയ്യണം, ദാറ്റ് ഈസ് ആൻ ആക്സെപ്റ്റൻസ്. അപ്പോൾ ഒരു ഓഫർ എപ്പോൾ ആ ഓഫർ അതേപോലെ തന്നെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ആക്സെപ്റ്റൻസ്. ദെൻ അതിൽ നമ്മൾ കണ്ടീഷൻ വെക്കുന്നതും കൗണ്ടർ വെക്കുന്നതൊക്കെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുണ്ട്, ഫർദറായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യാതിരിക്കാമെന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ആക്സെപ്റ്റൻസ്. എന്തൊക്കെയാണ് വാലിഡ് ആക്സെപ്റ്റൻസിൻ്റെ റൂൾസ്? ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഞാൻ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു, ദെൻ അത് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, മനസ്സിൽ വെച്ചിരിക്കരുത്, പക്ഷേ എന്ത് ചെയ്തിരിക്കണം, ആ ഓഫർ വെച്ച ആൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഓഫർ, ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. An acceptance to be valid must be communicated to the proposer. If the person to whom the proposal is made remains silent and does nothing to show that it has accepted the proposal, no contract is formed. നമ്മളോട് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, റിപ്ലൈ കൊടുത്തിട്ടില്ല, സൈലൻ്റ് ആണ് എങ്കിൽ അതൊരിക്കലും ആക്സെപ്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ആക്സെപ്റ്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ അഗ്രിമെൻ്റ് ഉണ്ടാവില്ല, കോൺട്രാക്റ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തത്, ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ഓർ അൺക്വാളിഫൈഡ്. ആക്സെപ്റ്റൻസ് ഇൻ ഓർഡർ ടു ബൈൻഡിങ് മസ്റ്റ് കറസ്പോണ്ട് വിത്ത് ഓൾ ദ ടേംസ് ഓഫ് ദി ഓഫർ. നമുക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഫർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അയാൾ എന്താണോ എങ്ങനെയാണോ പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ ആക്സെപ്റ്റൻസ് നടത്തിയിട്ടുണ്ടാവേണ്ടത്. A qualified and conditional acceptance amounts to making of a counter offer which puts an end to the original offer and it cannot received by subsequent acceptance. അയാൾ ഓഫറിൽ എന്താണോ പറഞ്ഞത് അതുപോലെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ അതൊരിക്കലും എന്താവില്ല, അബ്സല്യൂട്ട് ആവില്ല ആൻഡ് ക്വാളിഫൈഡ് ആവില്ല, ദാറ്റ് ഈസ് അൺക്വാളിഫൈഡ്.
സോ ആക്സെപ്റ്റൻസ് എന്തായിരിക്കണം? മസ്റ്റ് ബി അബ്സല്യൂട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ആയിരിക്കണം. എന്താണോ എങ്ങനെയാണോ പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. തിരിച്ച് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല, വേറെ രീതിയിലാണെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ കൗണ്ടർ ഓഫർ. ദെൻ മൂന്നാമത് പറയുന്നത് ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ആക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കാം? എക്സ്പ്രസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കാം. ആക്സെപ്റ്റൻസ് ഗിവൺ ബൈ വേർഡ്സ് ഈസ് നൗൺ ആസ് എക്സ്പ്രസ് ആക്സെപ്റ്റൻസ്. ദെൻ നമ്മുടെ ആക്സെപ്റ്റൻസ് എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഇംപ്ലൈഡോ ആയിരിക്കാം. ചില സമയത്ത് അത് ഇംപ്ലൈഡ് ആവുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓഫർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിതിന് ആക്സെപ്റ്റൻസ് വരുത്തേണ്ട, ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയതായിട്ട് പരിഗണിക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ്. ദെൻ ചില സമയത്ത് ഒരു ബെനഫിറ്റ് ഓഫർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയിരിക്കാം. ബൈ ആക്സെപ്റ്റിംഗ് എ ബെനഫിറ്റ് ഓഫേർഡ് ബൈ ദ ഓഫറർ. അതായിരിക്കാം എന്ത്? അതിൻ്റെ ഒരു അയാൾ ഒരു ബെനിഫിറ്റ് നമുക്ക് തരികയാണെങ്കിൽ നമ്മളത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കാം. അപ്പോൾ ആ ഒരു കേസിലൊക്കെ അത് ഇംപ്ലൈഡാണ്, എക്സ്പ്രസ് തന്നെ ആവണമെന്നില്ല. അപ്പോൾ ആക്സെപ്റ്റൻസ് എക്സ്പ്രസ്സും ആവാം ഇംപ്ലൈഡും ആവാം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. then അടുത്ത് പറയുന്നത് ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗീവൺ ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ. യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനറിലായിരിക്കണം. ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ലീഗൽ റൂൾ ഓഫ് ആൻ ആക്സെപ്റ്റൻസ് ദാറ്റ് ദർ നോ മോഡ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗീവൺ ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ. അപ്പോൾ എങ്ങനെയാണത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എ പറയുകയാണ് നീ ഇതെന്നോട് ഫോം വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ബി എന്ത് ചെയ്യണം? ആക്സെപ്റ്റൻസ് നടത്തിയിരിക്കണം. പക്ഷേ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ഓഫർ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് നീ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നൊന്നും ആ കോൺട്രാക്റ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്ക് ആ യൂഷ്വൽ നാട്ടിൽ നടപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒരു രീതി അനുസരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം? അത് ആക്സെപ്റ്റ് ചെയ്യാം. യൂഷ്വൽ മാനറിൽ അല്ലെങ്കിൽ റീസണബിൾ മാനറിൽ ആക്സെപ്റ്റൻസ് ചെയ്യാം. ആൻഡ് ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗീവൺ ബിഫോർ ലാപ്സ് ഓഫ് ഓഫർ. നമ്മളൊരു ഓഫർ കൊടുത്തു, ആ ഓഫറിന് ഒരു ഏകദേശ സമയം ഉണ്ടായിരിക്കും. ഒരു 6 മാസം നടത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം ആണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ഒരു 6 മാസം ഒന്നും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, പീരീഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓഫറർ ഏത് സമയത്താണോ അതിന് കൊടുത്തിട്ടുള്ളത് ആ ടൈം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് ഉള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? ആക്സെപ്റ്റൻസ് നടത്തിയിരിക്കണം. അല്ലെങ്കിൽ അത് ലാപ്സ്, അയാൾ ആ ഓഫർ ലാപ്സ് ആവുന്നതിന് മുമ്പ് ആക്സെപ്റ്റൻസ് നടത്തിയിരിക്കണം. സോ ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ലാപ്സ് ഓഫ് ഓഫർ. ആൻഡ് ദ ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. സൈലൻസിൽ എന്താവാൻ പാടില്ല? ആക്സെപ്റ്റൻസ് ആവാൻ പാടില്ല. ദ ഓഫറർ ഡസ് നോട്ട് ഹാവ് ലീഗൽ റൈറ്റ്സ് ടു സേ ദാറ്റ് ഇഫ് നോ ആൻസർ ഈസ് റിസീവ്ഡ് വിത്തിൻ എ സർട്ടൈൻ ടൈം ദ ഓഫർ ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ആക്സെപ്റ്റഡ്. ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തു, ഒരു 2 മാസമായിട്ടും അതിന് ആക്സെപ്റ്റൻസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഓഫറർക്ക് അത് ആക്സെപ്റ്റൻസ് ആയി കണക്കാക്കാൻ പറ്റില്ല. കാരണം അവിടെ സൈലൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇംപ്ലൈഡ് ആണ് ചില സിറ്റുവേഷനിൽ. ആ ഇംപ്ലൈഡിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് തന്നെ ഉണ്ട്. പക്ഷെ സൈലൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ആക്സെപ്റ്റൻസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദി ഓഫർ. When an offer is accepted, it would mean acceptance of all the terms of offer. The acceptance of offer cannot be partial at all. അപ്പോൾ നമ്മൾ ഓഫർ നമ്മുടെ ആക്സെപ്റ്റൻസ് ഓഫർ ഈസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർഷ്യൽ ആവാൻ പാടില്ല. അതായത് ഒരു സമയവും ഒരു ഡേറ്റും ഒരു അതേപോലെ എമൗണ്ടും ഒക്കെ നമ്മൾ ഓഫറിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു, അത് പാർഷ്യൽ ആവാൻ പാടില്ല. അതിൽ പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ പറഞ്ഞത് എല്ലാം നമ്മൾ അംഗീകരിച്ചു എന്നാണ്. അല്ലാതെ അതിൽ ഞാൻ ചിലതേ അംഗീകരിച്ചിട്ടുള്ളൂ, ചിലത് അംഗീകരിച്ചിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ അതെന്താവില്ല? ആക്സെപ്റ്റൻസ് ആവില്ല. ഇഫ് ആക്സെപ്റ്റൻസ് ഹാഡ് ബീൻ ഗീവൺ കണ്ടീഷണൽ ദർ വിൽ ബി നോ കോൺട്രാക്റ്റ്. നമ്മൾ ഓഫറിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫർ ചെയ്യുന്ന സമയത്ത് ആ ഓഫറിന് നമ്മൾ കൊടുക്കുന്ന ആക്സെപ്റ്റൻസ് അത് വളരെ ക്ലിയറും അല്ലെങ്കിൽ ആ ഓഫറർ എന്താണോ പറഞ്ഞത് ആ ഒരു ഫോമാറ്റിൽ തന്നെ നമ്മളത് ആക്സെപ്റ്റൻസ് നടത്തിയിരിക്കണം. ഒരു കണ്ടീഷൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ കോൺട്രാക്റ്റ്. വെൻ ആൻ അക്സെപ്റ്റൻസ് ബൈ എ പേഴ്സൺ ഈസ് മെയ്ഡ് കണ്ടീഷണൽ
subject to a formal contract or subject to approval by certain person, such solicitors, etc. No contract will arise till a formal contract is enters into consent of such person is obtained. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഫോർമൽ കോൺട്രാക്റ്റ് ആയാൽ പോലും ദെൻ സർട്ടൻ പേഴ്സൻ്റെ അപ്രൂവൽ ഉണ്ടായാൽ പോലും എന്തായിരിക്കില്ല, അത് വാലിഡ് ആയിരിക്കില്ല. പക്ഷേ എന്തുണ്ടാവണം അവിടെ, ആ അക്സെപ്റ്റൻസ് വളരെ ക്ലിയറിൽ ആൻഡ് ക്ലാരിറ്റിയിൽ എന്ത് ചെയ്തിരിക്കണം, ഓഫറർ പറഞ്ഞ രീതിയിൽ തന്നെ അത് അക്സെപ്റ്റൻസ് ചെയ്തിരിക്കണം. അല്ലാതെ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് നടപ്പിലാക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ കണ്ടീഷൻ വന്നാൽ അതുണ്ടാവില്ല, വാലിഡ് അക്സെപ്റ്റൻസ് ആവില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്സെപ്റ്റൻസിൽ പറയാനുള്ളത്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫറർ എന്തോ ഒരു ഓഫറാണ് വെച്ചിട്ടുള്ളത്, അത് നമ്മൾ അതേപോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ തന്നെ പറയാം ആക്സെപ്റ്റൻസ്. അല്ലെങ്കിൽ നമുക്കെന്ന് പറയാം നമ്മുടെ അസെൻറ്റ്, നമ്മുടെ സമ്മതം എന്തിനെതിരെ, ടു ആൻ ഓഫർ മെയ്ഡ് ടു ഹിം. ഒരു ഓഫറിക്ക് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഓഫറിക്ക് അതായത് ഓഫർ ആർക്കെതിരെയാണോ വെച്ചിട്ടുള്ളത് അയാൾക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ സമ്മതം അറിയിക്കുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ആ ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ആയിരിക്കണം. ഈ രീതിയിലൊന്നും അല്ല എങ്കിൽ അത് വാലിഡ് അല്ല, വാലിഡിറ്റി ഇല്ല. അപ്പോൾ ഇത്രയാണ് ആക്സെപ്റ്റൻസിൽ വരുന്നത്. ഒരു കോൺട്രാക്റ്റിലെ 10 എസെൻഷ്യൽസ് നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്ന, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഒരു ഓഫർ എന്നാണ്, ഒരു ആക്സെപ്റ്റൻസ് എന്നാണ്. എപ്പോഴാണ് ഒരു ഓഫർ വാലിഡ് ആവുന്നത്, എപ്പോഴാണ് ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആവുന്നത്. ദെൻ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.